അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ഒരു ചെന്ന മസാല ഉണ്ടാക്കിയാലോ. ചെന്ന മസാല എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ചെന്ന മസാല ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുക്കറിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ചെന്ന മസാല ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷവും പിന്നെ അതിന് മുമ്പൊക്കെ ചെന്ന മസാല ഉണ്ട്. ഇതൊരു വേറൊരു ടേസ്റ്റ് ആണ്. ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ എല്ലാം ഏകദേശം സെയിം തന്നെ ആയിരിക്കും, പക്ഷെ ഉണ്ടാക്കുന്ന രീതിയാണ് വ്യത്യാസം കേട്ടോ. അപ്പൊ അതിന് വേണ്ടി നമുക്കൊരു കടായി എടുക്കാം. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്നില്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അതിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ക്യൂമിൻ സീഡ്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ ക്യൂമിൻ സീഡ്സ് നേരെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് അവസാനം ക്യൂമിൻ പൗഡർ കൂടുതൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ക്യൂമിൻ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സവാളയുടെ പേസ്റ്റ് ആണ്. അതായത് ഇതിൽ ഞാൻ 3 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി, 3 കൂടി നന്നായി അരച്ചിട്ടുള്ള പേസ്റ്റ് നമുക്ക് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഓയിലിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ അരച്ച് ഒരുപാട് നേരം വെക്കാൻ പാടില്ല, അപ്പോൾ കൈപ്രസം വരാൻ ചാൻസ് ഉണ്ട്. അരച്ച ഉടനെ തന്നെ നമ്മൾ ഓയിലിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്മ മസാല ഉണ്ടാക്കിയതിന് ശേഷം ചെറിയൊരു കൈപ്രസം ഉണ്ടെന്ന്. അത് പ്രത്യേകിച്ചും ഇതുകൊണ്ടാണ്. നിങ്ങൾ നേരത്തെ തന്നെ സവാള അരച്ച് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൈപ്രസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഒഴിക്കാൻ പോകുന്നത് ഓയിലിലോട്ട് ആ സമയത്ത് മാത്രം സവാള അരച്ച് ചേർക്കാം കേട്ടോ. പിന്നെ സവാള മുറിക്കുന്ന സമയത്ത് ആ ഒരു വൈറ്റ് പോർഷൻ ഇല്ല, അതും കൈപ്പുരസം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റം ആണ്. അതുകൊണ്ട് എപ്പോഴും സവാള മുറിക്കുമ്പോൾ അതും കളയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഇതിന്റെ പച്ചമണക്കൊന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇതങ്ങ് വഴറ്റിയെടുത്തോണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. ഞാനിവിടെ ഇതിലേക്കുള്ള പൊടികളെല്ലാം കൂടി ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ സമയം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് നമ്മൾ പണി എളുപ്പമായിരിക്കും. 1/4 കപ്പ് ചന, അതായത് വെള്ളക്കടല ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപ്പും കൂടെ ചേർത്ത് കുക്ക് ചെയ്തും വെച്ചിട്ടുണ്ട്. കടല വേവിച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലോട്ട് 2 പച്ചമുളക് മുറിച്ചിടാം. ആ വെള്ള കളറൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പച്ചമണം മാറണം എന്ന് നിർബന്ധമാണ്, അല്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും. പിന്നെ ഞാൻ ബാക്കിയുള്ള ചന മസാലയുടെ ലിങ്കൊക്കെ താഴെ തന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചന മസാല ഉണ്ടാക്കി നോക്കാം. എല്ലാത്തിനും അതിൻ്റെതായ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. എല്ലാം നല്ലതാണ്. ഇത് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്, കാരണം ഇത് എനിക്ക് ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ചന മസാലയുടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന സവാളയുടെയൊക്കെ ആ ഒരു കളർ മാറി തുടങ്ങിയിട്ടുണ്ട്, എണ്ണ ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നന്നായി കുക്കായിട്ടുണ്ടെന്നാണ്. അതിലോട്ട് നമ്മൾ പൗഡറുകൾ, മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ എല്ലാ അളവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും 2 തരം മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ക്യൂമിൻ പൗഡർ, ഇത്രയും പൊടികളാണ് ചേർത്തിരിക്കുന്നത്. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിലിട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് ഞാൻ ചെറിയ തീയിലിട്ടതിന് ശേഷം വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് കൂട്ടി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 വലിയ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം കൂടെ ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായി അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. 1 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കറി തുറന്ന് നോക്കിയപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് തക്കാളി കുക്കായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊരു തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് കുറച്ച് കടല ഒന്ന് വേണമെങ്കിൽ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ഇതിൽ മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്നതാണ്. നല്ല കൊഴുപ്പുണ്ട് നമ്മുടെ ചാറിന്. ഓക്കെ, ഇത്ര മതി. തീ കൂട്ടി കൊടുക്കുക. മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ മേലെ തീ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി തിളപ്പിച്ചെടുക്കാം. രുചി നോക്കാൻ മറക്കരുത്. ഇച്ചിരി ഉപ്പ് കുറവാണ്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരല്പം കൂടിയും ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. ഞാൻ ഇതിലോട്ട് ഒരു അല്പം മാത്രം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ് കേട്ടോ. കളറൊന്ന് മാറുന്ന വരെ നമുക്ക് തിളപ്പിക്കണേ. ശർക്കര അല്പം മാത്രം. അപ്പോൾ നമ്മുടെ ചന മസാല ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന മസാലയിൽ നോക്കിക്കേ, ആ ഓയിലൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഫൈനലി 2 പച്ചമുളക് മുറിച്ച് ഇട്ട് കൊടുക്കുക. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക. അത് ഓപ്ഷനിലാണേ. കുറച്ച് മല്ലിയുടെ ഇല, അതുപോലെ തന്നെ തക്കാളി ചെറുതാക്കി കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, ഉള്ളിലത്തെ ഫ്ലഷ് എല്ലാം മാറ്റിയതിന് ശേഷം അതും ഓപ്ഷനിലാണ്. ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഗരം മസാലയോ മല്ലിപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല. ലൈറ്റായിട്ടുള്ളൊരു ടേസ്റ്റാണ്, പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് ഇരിക്കുന്നതോടെ ഇതിൻ്റെ സ്വാദ് കൂടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചന മസാല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ.
തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം. നമ്മുടെ എഗ് റോസ്റ്റ് ചെയ്ത പോലെ തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. അപ്പം അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.